താൻ ക്ഷണിച്ച് സദ്യ നൽകുന്നത് മുത്തഖീങ്ങളായ അത്ഖിയായ ആളുകളെ ആകാൻ അവൻ കൂടുതൽ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭക്ഷണത്തിന് ക്ഷണിച്ച് ആ ക്ഷണിച്ച ആളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ദുആ ചെയ്യുമ്പോൾ അവിടുന്ന് ദുആ ചെയ്തു, അകല തആമകൽ അബ്റാർ, അകല തആമകൽ അബ്റാർ, നിന്റെ ഭക്ഷണം നല്ല ജനങ്ങൾ സജ്ജനങ്ങൾ ധാരാളം കഴിക്കട്ടെ. അങ്ങനെ ഒരു ദുആ ആതിഥേയന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കാൻ കിതാബുകളൊക്കെ പറയുന്നുണ്ട്. അകല തആമകുൽ അബ്റാർ വഅഫ്തറ ഇൻദകും സ്വായിമൂൻ വസല്ലത അലൈക്കുമുൽ മലായികത്തുൽ അബ്റാർ വദക്കറകുമുല്ലാഹു ഫീമൻ ഇൻദ. അങ്ങനെയൊക്കെ പല വാചകങ്ങളുണ്ട്. നിങ്ങൾ എടുക്കുന്ന ധാരാളം നോമ്പുകാർ നോമ്പ് തുറക്കട്ടെ, അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി മഗ്ഫിറത്ത് തേടട്ടെ, റഹ്മത്ത് ചോദിക്കട്ടെ, അല്ലാഹു തആല നിങ്ങളെ അവന്റെ സമീപസ്ഥരായ മലായികത്തിന്റെ അടുക്കൽ പറയട്ടെ എന്നൊക്കെയുള്ള ദുആ. അങ്ങനെ ദുആ ചെയ്ത് കൊടുക്കുക. ഭക്ഷണം കഴിച്ചാൽ ഉള്ള ദുആ ലഇലാഫി ഖുറൈശിൻ ഇലാഫിഹിം റഹ്ലത ശിതാഇ വസ്സൈഫ് എന്ന സൂറത്ത് ഓതൽ നല്ലതാണെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഉജീനിച്ചാൽ ദുആ നമ്മുടെ പണ്ടുള്ള കിതാബുകളിൽ നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ ഉമ്മാമാരൊക്കെ കുറെ ദീന് പഠിച്ച ചില കിതാബുകളുണ്ട്. ആ കിതാബുകളിൽ ഉജീനിച്ചാൽ ദുആ, ഭക്ഷണം കഴിച്ചാലുള്ള ദുആനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നമ്മൾ സ്വന്തം ഭക്ഷണം കഴിച്ചാലും അതുപോലെ ഒരു സദ്യയിൽ ആളുകൾ കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചാലും അതിന്റെ ശേഷം ഒരു ദുആ നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ദുആ ചെയ്തപ്പോൾ അകല തആമകുൽ അബ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വയഖ്സിദുൽ ഫുഖറാഅ ദൂനൽ അഗ്നിയാഇ അൽ ഖുസൂസ്. ക്ഷണിക്കുന്ന ആളുകൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് പാവപ്പെട്ട ആളുകൾക്കാണ്. സമ്പന്നരായ ആളുകളെ വിളിക്കാൻ വിട്ടുപോയാലും സാധുക്കളായ ആളുകളെ വിട്ടുപോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശർറു തആമി തആമുൽ വലീമതി യുദആ ഇലൈഹൽ അഗ്നിയാഉ ദൂനൽ ഫുഖറാ. വളരെ മോശമായ ഒരു ഫുഡാണ് ഒരു സദ്യയിൽ കൊടുക്കുന്ന ഫുഡ്. യുദആ ഇലൈഹൽ അഗ്നിയാഉ ദൂനൽ ഫുഖറാ, അതിൽ സമ്പന്നരെ മാത്രം ക്ഷണിക്കപ്പെടും, ഫുഖറാഇനെ അവഗണിക്കപ്പെടും. അങ്ങനെയുള്ള ഭക്ഷണം വളരെ മോശമായ ഭക്ഷണമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സമ്പന്നരായ ആളുകളെ ക്ഷണിക്കണ്ടെന്നല്ല, ഒരു കല്യാണത്തിന് എല്ലാ വിഭാഗം ആളുകളും വേണ്ടി വരും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവൻ ഫഖീറായതിന്റെ പേരിൽ ക്ഷണിക്കുന്ന ആ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോവുകയോ അവൻ സമ്പന്നനായി എന്നതിന്റെ പേരിൽ മാത്രം ക്ഷണിക്കപ്പെടുന്ന ലിസ്റ്റിൽ കടന്നു വരികയോ ചെയ്യരുത്. സമ്പന്നരായ ആളുകളെ ഒന്ന് പ്രത്യേകമായി ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്ന് വരാൻ പാടില്ല എന്നല്ലാതെ സമ്പന്നർ വേണ്ടെന്നല്ല. അതുപോലെ മഹാനവറുകൾ പറയുന്നു, അവന്റെ സദ്യയിലും അവന്റെ ആതിഥ്യത്തിലും അവന്റെ കുടുംബക്കാരെ അവൻ വിട്ടേക്കാൻ പാടില്ല. അത് അവർക്ക് വലിയ അസ്വസ്ഥത സൃഷ്ടിക്കുന്നതും അതുപോലെ ചാർച്ച ബന്ധം മുറിക്കുക എന്ന് പറയുന്ന വലിയ കുറ്റം. എന്ന് പറഞ്ഞാൽ അത് വലിയ കുറ്റമാണ്. നമ്മൾ വിചാരിച്ച പോലത്തെ ചെറിയ സംഗതി ഒന്നല്ല, വലിയ കുറ്റമാണ്. അത് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. وكذلك يراعي الترتيب في أصدقائه ومعارفه فإن في تخصيص البعض إيحاسا لقلوب الباقين. അതുപോലെ സ്നേഹിതന്മാരെയും
പരിചയക്കാരെയും ഒക്കെ ക്ഷണിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മാനദണ്ഡം ഇല്ലാതെ ക്ഷണിക്കരുത്. ചിലപ്പോ അബദ്ധമൊക്കെ സംഭവിക്കും. അല്ലാഹു തആല അബദ്ധം സംഭവിക്കുന്നതൊക്കെ നമുക്ക് പുറത്തു തരട്ടെ. പക്ഷെ ഒരു കരുതിക്കൂട്ടി മനഃപൂർവ്വം അങ്ങനെ ഒരു പരിഗണനയും അവഗണനയും ഉണ്ടാകാൻ പാടില്ല. ഒരു മാനദണ്ഡം ആവശ്യമാണ്. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ഷണിക്കണം. അതുപോലെ بل استمالة قلوب الإخوان والتسنن بسنة رسول الله صلى الله عليه وسلم في إطعام الطعام وإدخال السرور على قلوب المؤمنين. ഒരിക്കലും തന്റെ കല്യാണ പാർട്ടിയിലോ അതുപോലെ മറ്റേതെങ്കിലും സദ്യയിലോ ആളുകളുടെ ഇടയിൽ അത് വലിയൊരു കല്യാണമായിരുന്നു, അത് 5-6 ദിവസം നീണ്ടു നിന്ന വലിയ കല്യാണമായിരുന്നു എന്ന് പറയപ്പെടാനും പേരെടുക്കാനും പ്രശസ്തി ഉണ്ടാകാനും ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരിക്കലും ആരെയും ക്ഷണിക്കരുത്. ആ ക്ഷണിച്ചതൊക്കെ വളരെ വെറുതെയാണ്. ഒരു കടലിൽ കൊണ്ടുപോയിട്ടത് പോലെ ഒരു കാര്യം ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെന്താ ഉദ്ദേശിക്കേണ്ടത്? നമ്മുടെ സഹോദരന്മാർ അവരെ മനസ്സ് ഒന്ന് കൂടുതൽ സന്തോഷിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്ആമ നടത്തിയിട്ടുണ്ട്. ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ ഇത്തിബാഉം പിന്തുടർച്ചയും കരുതുകയും അതുപോലെ വഇദ്ഖാല സുറൂരി അലാ ഖുലൂബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം പ്രവേശിപ്പിക്കുക, സന്തോഷം കടത്തുക എന്നതും ഉദ്ദേശിക്കണം. അതുപോലെ വയംബഗി അല്ലാ യദ്ഉവ മൻ യഅലമു അന്നഹു യശഖു അലൈഹിൽ ഇജാബ വഇദാ ഹളറ തഅല്ലാ ബിൽ ഹാദിരീന ബിസബബിൻ മിനൽ അസ്ബാബ്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അദബാണ്. എന്താ പറഞ്ഞേ? അത്യാവശ്യമാണ് അവൻ ക്ഷണിക്കാതിരിക്കൽ. ഈ കല്യാണക്കാരൻ അല്ലെങ്കിൽ ആരാണ് സദ്യ നടത്തുന്നത് അവൻ ക്ഷണിക്കാതിരിക്കൽ. ആരെ ക്ഷണിക്കാതിരിക്കൽ? ഒരാളെ യഅലമു, ഇവനിക്ക് ഉറപ്പാണ് അന്നഹു യശഖു അലൈഹിൽ ഇജാബ, ആ കല്യാണത്തിന് അല്ലെങ്കിൽ ആ സദ്യക്ക് ക്ഷണിച്ചാൽ അദ്ദേഹത്തിന് പങ്കെടുക്കൽ, ഉത്തരം ചെയ്തവിടെ വരൽ വളരെ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ് എന്ന് ഈ ക്ഷണിക്കുന്ന ആൾക്ക് നല്ലപോലെ അറിയാമെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിക്കരുത്. പിന്നെ അദ്ദേഹത്തോട് പൊരുത്തം വാങ്ങണം. അങ്ങനെ പൊരുത്തം വാങ്ങേണ്ട ആളാണെങ്കിൽ അല്ലെങ്കിൽ സമ്മതം എടുക്കാൻ തന്നെ ഒരു വഴി. സമ്മതം ഇല്ലെങ്കിൽ ഇതെന്താ കയ്യാണ്ടായി പോവോ എന്ന് ചിന്തിക്കുന്നതല്ല. സമ്മതം എടുക്കാന്നെല്ലാം പറഞ്ഞാല് അതെല്ലാം പണ്ടത്തെ പോലെ അതേ പുഷ്ടിയിൽ തന്നെ നടക്കണം, ഒട്ടും കുറഞ്ഞു പോകാൻ പാടില്ല. സമ്മതം എടുക്കേണ്ട ആളുകളോടെല്ലാം സമ്മതം എടുക്കണം. സമ്മതം എടുത്തിട്ടുണ്ട് ഒരു തകരാറും വരാനും, സമ്മതം എടുത്തില്ലെങ്കിലേ മോശം വരാറുള്ളൂ. അപ്പൊ സമ്മതം എടുക്കുക, അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ വേണ്ടി പറയാം, വല്ലാതെ ബുദ്ധിമുട്ടും. മാത്രമല്ല അദ്ദേഹം ആ സദത്തിൽ ഹാജരായാൽ അവിടെയുള്ള ആളുകളെ കൊണ്ടോ അല്ലെങ്കിൽ എന്തോ ഒരു കാരണത്താൽ അവിടെ ഉള്ള ഹാദിരീങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാകും എന്നൊക്കെ ബോധ്യം വന്നാൽ അദ്ദേഹത്തെ ക്ഷണിക്കരുത്. പിന്നെ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ട് ആരെയും നമ്മൾ മനസ്സ് വേദനിപ്പിക്കരുത്. ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു മഹാനെ ക്ഷണിച്ചു കൊണ്ടുവന്നു, അദ്ദേഹത്തിന് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ പരിശുദ്ധ ശരീഅത്ത് ഒരിക്കലും അനുവദിക്കാത്ത നിരുത്സാഹപ്പെടുത്തുന്ന കാര്യങ്ങൾ ഓപ്പനായി അദ്ദേഹം അവിടെ പങ്കെടുക്കുന്ന സമയത്ത് കൂളായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ആ വ്യക്തി ഹത്യ ചെയ്യണം. അദ്ദേഹത്തെ അങ്ങേറ്റം കുറവാക്കി നിസ്സാരപ്പെടുത്തലാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തെ ക്ഷണിക്കരുത്. ക്ഷണിക്കാണ്ടിരിക്കുകയല്ല, അത്തരത്തിലുള്ള പരിശുദ്ധ ദീൻ നിരുത്സാഹപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരിക്കലും അനുവദിക്കാത്ത ഒരു വിഷയവും നമ്മുടെ കല്യാണങ്ങളിലും നമ്മുടെ പാർട്ടികളിലും ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു മുഅ്മിൻ എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? നമ്മൾ ഈമാനുള്ളവരാണ്, മുഅ്മിനീങ്ങളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളാണ് എന്ന് പറയുന്നതിന് പിന്നെ എന്ത് അർത്ഥമാണുള്ളത്? നമ്മുടെ കല്യാണ വീടുകളും കല്യാണ വേദികളും എല്ലാം വൃത്തിയുള്ളതാകണ്ടേ?
അവിടെ നടക്കേണ്ടത് അള്ളാഹുവിനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും പൊരുത്തമുള്ള സംഗതികളായിരിക്കണം. അതെ, അങ്ങനെയല്ലേ? സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഉണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുബയ്യ ബിൻത് അഖ്റാ എന്ന സഹോദരിയുടെ ആ സഹാബിയത്തിന്റെ വീട്ടിൽ അതേ വലീമത്തിന്റെ കല്യാണത്തിന് വന്നപ്പോൾ നബി തങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നടക്കുന്നത് ബദർ ദിനത്തിൽ ഷഹീദായ കൊല ചെയ്യപ്പെട്ടു പോയ എന്റെ പിതാക്കന്മാരുടെ പരമ്പരയിൽപ്പെട്ട ആളുകളെ പ്രശംസിച്ചുകൊണ്ട് അവരെ അനുസ്മരിച്ചുകൊണ്ട് ചില ചെറിയ കുട്ടികൾ പാടുകയാണ്. ബദരീങ്ങളുടെ മദ്ഹ്, ബദർ മൗലൂദ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ്, ഖസീദത്ത് ഉറുകുന്ന നബി തങ്ങളുടെ മദ്ഹ് പറയുന്ന പാട്ട് മലയാളത്തിൽ നിരക്കടില്ല, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന പാട്ട്. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് കടന്നു വന്നു. എല്ലാത്തിനും ഒരു അദബുണ്ട്. ഒരു സദസ്സിലേക്ക് ഒരു പ്രധാനപ്പെട്ട ആള് കടന്നു വരുമ്പോൾ ആ സദസ്സിന് യാതൊരു അനക്കവുമില്ലാതിരിക്കുക എന്ന് പറയുന്നത് അദബല്ല. അദ്ദേഹം വരുന്നതിനെ ഒന്ന് പരിഗണിക്കുകയും, ഇതാ ഇന്നയാള് വരുന്നുണ്ട്, വല്ലാതൊന്നും പറയണ്ട, ഇന്നയാള് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു ചലനം ആ സദസ്സിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് മര്യാദയാണ്. ഇനി ഇതാരെ വന്നത്? റഹ്മത്തുൽ ആലമീനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ അവിടെ കയറി വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആ കുട്ടികൾ നല്ല അദബ് പാലിച്ചു. അവരിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ പദ്യം ഒന്ന് മാറ്റി വെച്ചിട്ട് വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീ, നാളെ വരാൻ പോകുന്ന കാര്യം ഇന്ന് തന്നെ പറഞ്ഞു തരുന്ന, അതായത് വരാൻ പോകുന്ന കാര്യം, അതാണ് അദൃശ്യ കാര്യങ്ങളിൽ ഗൈബ് എന്നാണ് ഞാൻ പറയാ. അത് ഏറ്റവും ശരിയായ ഗൈബ് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത വരാൻ പോകുന്ന കാര്യമാണ്. ആ വരാൻ പോകുന്ന, നാളെ വരാൻ പോകുന്ന കാര്യം ഇന്ന് നേരത്തെ കൃത്യമായി പറയുന്ന ഒരു നബി ഇതാ നമ്മളിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊന്ന് മാറ്റി. ആ കുട്ടികള് അത് പറഞ്ഞത് വളരെ ശരിയാണ്. അവർക്കങ്ങനെ പറയാൻ ചാൻസ് ഉണ്ടല്ലോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബദറിന്റെ തലേ ദിവസം രാത്രി പോയിട്ട് മാർക്ക് ചെയ്തല്ലോ കൃത്യമായിട്ട്. ഇന്നയാള് ഇവൻ ഇവിടെ പോകും, അബൂജഹൽ അവിടെ പോകും, ഉത്ബത്ത് അവിടെ പോകും എന്നൊക്കെ കൃത്യമായി നബി തങ്ങള് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ പങ്കെടുത്ത മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാർക്ക് ചെയ്ത, നബി തങ്ങൾ അടയാളപ്പെടുത്തിയ ആ സ്ഥലം ഒരു സെന്റിമീറ്റർ വ്യത്യാസമില്ലാതെ അവിടെ തന്നെയാണ് വിടുന്നത്. അപ്പൊ നേരത്തെ പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുന്നതാണ്, അല്ലാതെ സ്വന്തത്തിലൊന്നുമില്ല. അങ്ങനെ വിശ്വസിക്കണം, വിശ്വസിച്ചാലേ ഈമാനാവുള്ളൂ. റസൂലുള്ളാഹിനെ വിശ്വസിക്കലാവുള്ളൂ. ഏതെങ്കിലും ഒരു മുഹമ്മദ് എന്ന പേരിൽ ഒരാളെ വിശ്വസിക്കലാവുള്ളൂ. നബി തങ്ങളെ വിശ്വസിക്കണമെങ്കിൽ നബി തങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യും, അല്ലാഹ് അറിയിച്ചു കൊടുത്തിട്ട് ഗൈബ് അറിയുമെന്ന് വിശ്വസിക്കുന്ന വേണം. എന്നാലേ മുഹമ്മദുർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് കൃത്യമാവുകയുള്ളൂ. അപ്പോഴേ ഈമാൻ താമാകുള്ളൂ. ഇക്കടെ ഞാൻ ആ വാർത്തയ്ക്ക് കടക്കല്ല. അങ്ങനെ അവർക്ക് നല്ല പോലെ അറിയാം നബി തങ്ങൾ വരാൻ പോകുന്ന കാര്യം പറയും എന്ന്. അത് പറഞ്ഞുകൊണ്ട് പ്രശംസിച്ച് പാടിയപ്പോ എന്നെ പറ്റില്ല, നിങ്ങളൊക്കെ പാടിയോട്, എന്നെ പാടിയോട്, നേരത്തെ അങ്ങനെ ആർക്കും പറയോ? ഏതെങ്കിലും ഒരു മാന്യത പറയോ? ഏറ്റവും അക്രമമായ മാന്യന്മാരിൽ ഏറ്റവും വലിയ മാന്യതല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി പറഞ്ഞ ആടാടക്കട്ടെ, അതൊക്കെ അറിയുന്ന ആടക്കട്ടെ, നേരത്തെ പാടിക്കൊടി, അങ്ങനെയല്ല സാധാരണ പറയാ, പറഞ്ഞോളി അല്ലെങ്കിൽ തുടർന്നോട്ടെ എന്ന് പറയല്ലേ ചെയ്യാ. അങ്ങനെ വിധങ്ങൾ പറഞ്ഞാണ്, അത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ എന്തായി? കല്യാണ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയായിരുന്നു? അവിടെ എന്തായിരുന്നു നടന്നത്? ഇന്നെന്താണ് ആ നബി തങ്ങളുടെ ഉമ്മത്തുകളായ നമ്മൾ കാട്ടിക്കൂട്ടുന്നത്? കല്യാണ വേദികളിൽ കാട്ടിക്കൂട്ടുന്നത് എന്താണ്? നമുക്ക് ഈമാനിന്റെ എന്തെങ്കിലും ഒരു ആധാറുകൾ, അതിന്റെ അടയാളങ്ങൾ നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഉണ്ടോ? നമ്മൾ ആക്ഷേപിക്കപ്പെടുകയാണെങ്കിൽ
അതിന് എന്തെങ്കിലും ഒരു മോശം പറയാനുണ്ടോ? കാരണം നമ്മളല്ലേ നമ്മുടെ എല്ലാ വിലയും നിലയും കുറച്ചു കളയുന്നത്. നമ്മുടെ കല്യാണങ്ങൾ എന്ന് പറഞ്ഞൊക്കെ ഇപ്പൊ പല ആളുകളും വീഴ്ചിട്ട് അവിടെ അടി നടക്കോ എന്ന് ഇങ്ങനെ ആശങ്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അതപ്പതിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണോ മുസ്ലിം ഉമ്മത്തിലുള്ള ചെറുപ്പക്കാരും അതുപോലെ കാര്യവിവരമുള്ള ആളുകളും മനസ്സിലാക്കുന്നത്? നമ്മുടെ കല്യാണ വേദികളൊന്നും നിയന്ത്രിക്കപ്പെടുന്നില്ലേ? അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെടണ്ടേ? ഇങ്ങനെ തന്നെ തോന്നിയാൽ നടത്തി കൊണ്ടുപോകണം തന്നെയാണോ? പുതിയാപ്പിള പോകുന്ന സമയത്ത് വളരെ സന്തോഷത്തോടെ പോകേണ്ടത് പല സ്ഥലത്തും അടി നടക്കുകയാണ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അടി നടക്കുക എന്തുകൊണ്ട്? ആൾക്ക് തോന്നിയാത്ത കളിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കല്യാണങ്ങൾ പലതും എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല. പല കല്യാണങ്ങളും അച്ചടക്കരാഹിത്യമാണ്. തീരെ എങ്ങനെ പറയേണ്ടത്, എല്ലിന്റെ അടുത്ത് കുത്തുക എന്നാണ് പഴയ കാലത്തെ മനുഷ്യന്മാർ പറയുന്നത്. എല്ലിന്റെ അടുത്ത് കുത്തലാണ്. ഇത് നമ്മൾ അവസാനിപ്പിച്ചേ പറ്റൂ. ഈ സമുദായം അവസാനിപ്പിച്ചേ പറ്റൂ. ഇതിന് ഇത്രേ പള്ളികളും മഹല്ലുകളും കമ്മിറ്റികളും ഭാരവാഹികളും ഉത്തരവാദപ്പെട്ടവരൊക്കെ ഇല്ലേ? അവർക്കൊന്നും ഇതിൽ ഉത്തരവാദിത്തം ഇല്ലേ? വെറും ഒരു നമ്മളെ ഈ പുസ്തകം എടുത്ത് പോയിട്ട് നിക്കാഹ് കഴിഞ്ഞ് എന്താ പൂരിപ്പിച്ച് ബില്ലപ്പ് ചെയ്തിട്ട് ഒപ്പ് പിടിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് 2000 ഇങ്ങോട്ട് തരണം, 3000 ഇങ്ങോട്ട് തരണം എന്നും പറഞ്ഞാൽ അത് വേണ്ടെന്നല്ലോ. അതൊക്കെ ആവശ്യമാണ്. അത് മാത്രമാണോ ഈ ഉമ്മത്തിലുള്ള കാരണവന്മാരുടെയും അതുപോലെ മുഖ്യസ്ഥന്മാരുടെയും ഉത്തരവാദിത്വം? ഞാൻ ഇപ്പോൾ കാണുന്ന ഒരു സ്വഭാവമുണ്ട് മുമ്പത്തെ അപേക്ഷിച്ച്. പലപ്പോഴും ഞാൻ നല്ല നിലയിൽ ഈ കമ്മിറ്റി ഭാരവാഹികരെ അനുസരിക്കാറുണ്ട്. കാരണം അവര് അള്ളാഹുവിന്റെ വജീകരിച്ചത് മാത്രമാണ് ഈ കല്യാണ നിശ്ചയത്തിന് പോകുന്നതും അതുപോലെ കല്യാണ വീടുകളിൽ പോയിട്ട് നിയന്ത്രിക്കുന്നതും അവിടെ സമയം ചെലവഴിക്കുന്നതൊക്കെ വേറെ ഒരു ലക്ഷ്യവും അവർക്കില്ല. അവർക്ക് അതിൽ ഒരു ബെനിഫിറ്റും വരുന്നില്ല. അവർക്ക് ഒരു ശമ്പളം ആരും കൊടുക്കുന്നില്ല. പക്ഷേ മുമ്പൊക്കെ നമ്മുടെ നാട്ടുമുഖ്യസ്ഥന്മാർ കല്യാണ വീടുകളിൽ വന്നാൽ ആ കല്യാണം ഏകദേശം കഴിഞ്ഞ് പ്രിയാപ്പട പോക്കും വെട്ടും കൂട്ടിക്കൊണ്ടുപോകും എല്ലാം കഴിയുന്നത് വരെ അത് നിയന്ത്രിക്കാൻ ഒരാളല്ലെങ്കിൽ മറ്റൊരാളുണ്ടാകുമായിരുന്നു. ഇന്ന് അതിന്റെ കുറവ് ശരിക്കും അനുഭവപ്പെടുന്നുണ്ട്. കുറെ കുട്ടികളുടെ കയ്യിലാണ്, ചെറുപ്പക്കാരുടെ കയ്യിലാണ് എല്ലാം ഏൽപ്പിക്കപ്പെടുന്നത്. ഉത്തരവാദപ്പെട്ട ആളുകൾ നിക്കാഹും കഴിഞ്ഞ് ആ ഭക്ഷണം കഴിഞ്ഞ് അങ്ങനെ തന്നെ പോവുകയാണ്. ഇത് ഒരു ഉണർത്തൽ മാത്രമാണ്. കാരണം പല അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ചെറുപ്പകാലത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാം കഴിഞ്ഞുകൂടിയതിന് ശേഷം മാത്രമേ ഒരാളല്ലെങ്കിൽ പ്രസിഡന്റോ അല്ലെങ്കിൽ സെക്രട്ടറിയോ അങ്ങനത്തെ ആരെങ്കിലും ഒരാൾ പോകുമ്പോ എന്തെങ്കിലും പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ നോക്കണേ അല്ലെ നമുക്ക് നിങ്ങൾ നോക്കണേ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ട് എല്ലാം പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉത്തരവാദിത്തപ്പെട്ടവർ സ്ഥലം വിടാറുള്ളൂ. ഇന്ന് അങ്ങനെ ഇല്ല. അത് വളരെയധികം ആ ശ്രദ്ധ കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് നമ്മൾ അക്കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് നമ്മുടെ കല്യാണ വേദികളൊക്കെ ഒന്ന് വെടുപ്പാക്കേണ്ടത് നിർബന്ധമാണ്. നമ്മൾ ഇങ്ങനെ തന്നെ എല്ലാ കാലത്തും ആൾക്കാർക്കൊണ്ട് പറയിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? നല്ല നല്ല പരിപാടികൾ നടക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് നടക്കട്ടെ. അതല്ലേ സഹീഹുൽ ബുഖാരിയിൽ അതാണ് നബി തങ്ങളുടെ മദ്ഹ് ചൊല്ലി, അതുപോലെ മദീനയുടെ മദ്ഹ് ചൊല്ലി, അതല്ലേ പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള പരിപാടികൾ ഇല്ലാതാണ്. ഇനി അങ്ങനെ ഒരാൾ ധിക്കാരപരമായിട്ട് നടത്തുകയാണ്, എന്നാ പിന്നെ ഓൻ എന്താക്കണോ? ഈ കാര്യമായ ഈ തങ്ങളെയും പൂരിയാരെയും അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന ആവശ്യമുണ്ടോ? എന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് അവരെ മനസ്സ് വേദനിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ വീട്ടിലേക്ക് കല്യാണ വേദിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്ന അതിഥികളെ മാനസികമായി നമ്മളെ പ്രയാസപ്പെടുത്താൻ പാടില്ല. പിന്നൊരു സംഗതിയുണ്ട്, ഒരു പുതിയ ഇങ്ങനെ ആള് ബുദ്ധി കൂട്ടിക്കണ്ടെന്ന് വിചാരിച്ച ക്ഷണിക്കപ്പെടേണ്ട ഒരു മാനദണ്ഡമല്ല. ആ മാനദണ്ഡം അനുസരിച്ച് കൊണ്ട് ക്ഷണിക്കപ്പെടേണ്ട ആള് നല്ല ആരോഗ്യവും ഒരു പ്രശ്നമില്ല, അങ്ങനെ ആളുകളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച അതേ സമയത്ത് ഒരു നിലക്കും വരുവാനാത്ത വളരെ പ്രയാസം ദൂരെ ആളെ വല്ലാണ്ട് കെട്ടിക്കണിഞ്ഞ് ഇടങ്ങാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ആക്കെന്താ വേണം അറിയാം, കുടിക്കുന്നോളും കൊടുക്കരുത്. കാരണം എന്താ, കുറച്ച് ഞാൻ മൂത്രിക്കേണ്ട ബുദ്ധിമുട്ടുണ്ടായ വെള്ളം തരാത്തെന്ന് പറയാം.
അതൊക്കെ ശരിക്കും രണ്ടും രണ്ടായിട്ട് വേർതിരിച്ചറിയാനുള്ള ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ നമ്മൾ ആരും ചെയ്യാൻ പാടില്ല. ക്ഷണിക്കപ്പെടേണ്ടത് അബദ്ധത്തിൽ വിട്ടുപോകൽ സാധനമാണ്. അബദ്ധമല്ലേ പറഞ്ഞത്. മനഃപൂർവ്വം അങ്ങോട്ട് അവഗണിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യാ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചാൽ പറയാൻ പാടില്ല. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു വിഭാഗത്തെ ഒരു പ്രത്യേകമായ ഒരു സ്റ്റാൻഡേർഡുള്ള ആളുകളെ ക്ഷണിക്കുകയാണെങ്കിൽ അവരെ എല്ലാവരും ക്ഷണിക്കണം. അതായത് ദഅവത്ത് ക്ഷണത്തിന് ഉത്തരം ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ അത് വുജൂബാകാൻ ഒരുപാട് നിബന്ധനകളുണ്ട്. കല്യാണത്തിന്റെ വലീമത്തിന് ക്ഷണിച്ചാൽ പോകൽ വുജൂബാണെന്ന് കിതാബുകളുണ്ട്. പക്ഷെ നിരവധി എന്തുണ്ട് നിബന്ധനകളും ശുറൂത്തുകളും അതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. وينبغي ألا يدعو إلا من يحب إجابته. അയാള് ഉത്തരം ചെയ്തുകൊണ്ട് ഈ സദ്യയിലേക്കും കല്യാണ പാർട്ടിയിലേക്കും വരലിനെ താൻ ഇഷ്ടപ്പെടുന്ന ആളെ മാത്രമേ ക്ഷണിക്കാൻ പാടുള്ളൂ. സംഗതി ആരല്ലോ പോക്കറെ ക്ഷണിച്ചില്ലല്ലോ, മൂപ്പർക്ക് തീരെ ഒരു താല്പര്യമില്ല. മനസ്സുകൊണ്ട് അയാൾക്ക് ഭയങ്കര വെറുപ്പ് എന്തായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാ, വരണ്ടേനോ വിചാരിക്കുന്നത് ആരുടെയൊക്കെയോ സമ്മർദ്ദമോ അല്ലെങ്കിൽ ആരെന്താ വിചാരിക്കാം, മറ്റവരെന്താ വിചാരിക്കാതെ ക്ഷണിക്കാം. അങ്ങനെ ക്ഷണിക്കരുതെന്നാ ക്ഷണിക്കണ്ട. വയംബഗി അല്ലാ യദ്ഉവ ഇല്ലാ മൻ യുഹിബ്ബു ഇജാബതഹു. ഖാല സുഫ്യാൻ സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ദഅ അഹദൻ ഇലാ തആമിൻ വഹുവ യക്റഹു അൽ-ഇജാബ. ആരെങ്കിലും ഒരാളെ ഭക്ഷണത്തിലേക്ക് ക്ഷണിച്ചു, ഈ ക്ഷണിക്കുന്ന ആള് എന്തോ ഒരു സമ്മർദ്ദത്തിന് വേണ്ടി ക്ഷണിക്കാണ്, അയാള് അവിടെ വരുന്നത് അയാൾക്ക് ഇഷ്ടമില്ല, എന്നാ അയാളുടെ മേലെ ഒരു തെറ്റുണ്ട്. അങ്ങനെയാണ് അവസ്ഥ എന്ന് ബോധ്യപ്പെട്ടിട്ടും ക്ഷണിക്കപ്പെട്ട ആള് വരികയാണെങ്കിൽ രണ്ട് തെറ്റുണ്ട് എന്ന് സുഫ്യാൻ സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. വെറുപ്പോടുകൂടെ ആ ഭക്ഷണം കഴിക്കാൻ അവൻ പ്രേരിപ്പിച്ചു എന്ന സംഗതിയാണ്. അത് ഇദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ള അയാൾ തിന്നൂലായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ക്ഷണിക്കാതിരിക്കാൻ വേണ്ടി. മുത്തഖിയായ മനുഷ്യന് ഭക്ഷണം നൽകുന്നത് അല്ലാഹുവിനെ തഅത്ത് ചെയ്യാനുള്ള സഹായം ചെയ്യലാണ്. അതേ സമയത്ത് അങ്ങനെയുള്ളതല്ലാത്ത തഖ്വി അല്ലാത്ത ആൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് തഖ്വിയത്തുൻ അലൽ ഫിസ്ഖി, അവന്റെ തെറ്റുകുറ്റങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കലാണ്, അത് ശക്തിപ്പെടുത്തലാണ്. അപ്പോൾ ക്ഷണിക്കുന്ന സമയത്ത് നമ്മൾ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ക്ഷണിക്കണം. എങ്ങനെയാ ക്ഷണിക്കുക? ചില ആളുകൾക്ക് പ്രധാനപ്പെട്ട ആളുകളും പ്രമാണികളൊക്കെ ആണെങ്കിൽ നമ്മളെ മാനസികാവസ്ഥ പറയുന്നത് ക്ഷണിച്ചിങ് കിട്ടിയാൽ മതി. എങ്ങനെ ക്ഷണിച്ചിട്ട് ആരെത്തോ ഒരു കത്ത് കൊടുത്തയച്ചാൽ മതി. കമ്മിറ്റിക്ക് ക്ഷണിക്കലും കല്യാണത്തിന് ക്ഷണിക്കലും ഒരുപോലെ അല്ല. കമ്മിറ്റിക്ക് ക്ഷണിക്കാൻ വേണ്ടി അതിന്റെ ഉത്തരവാദപ്പെട്ട ആള് സെക്രട്ടറി ആരെങ്കിലും ചെയ്ത് കത്ത് കൊടുത്ത് പറഞ്ഞു, അതൊരു വ്യക്തിയുടെ വീട്ടിലേക്ക് വരുന്നതല്ല. അതേ സമയത്ത് കല്യാണത്തിന് മറ്റൊക്കെ ക്ഷണിക്കുന്നത് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കാണ്. അത് ക്ഷണിക്കുമ്പോ എങ്ങനെയായിരിക്കണോ? ആണുങ്ങളെ ആണുങ്ങൾ ക്ഷണിക്കണം, പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾ ക്ഷണിക്കണം. ആണുങ്ങളെ ക്ഷണിച്ചിട്ട് പെണ്ണുങ്ങൾ മാത്രം, ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും വേറെ ആരും ഇല്ലാത്ത വിധത്തിൽ ഖൽവത്ത് ഉണ്ടാകുന്ന സാഹചര്യം വരികയാണെങ്കിൽ ക്ഷണിക്കാൻ പോകാനും പാടില്ല. അങ്ങനെ ഒരു പുരുഷനെ സ്ത്രീ ക്ഷണിച്ചു, അല്ലെങ്കിൽ സ്ത്രീയെ പുരുഷൻ ക്ഷണിച്ചു, അന്യസ്ത്രീയാണ്, അന്യപുരുഷനാണ്. അങ്ങനെ ക്ഷണിച്ചിട്ട് അവിടെ വന്നാൽ അവിടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തും മറ്റൊക്കെ ഈ ആണും പെണ്ണും, അന്യ ആണും പെണ്ണും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു റൂമിൽ വേറെ ആരും ഉണ്ടാവൂല. അതിനാണ് ഖൽവത്ത് എന്ന് പറയാ. ഒരു പുരുഷൻ അന്യപുരുഷൻ അന്യ സ്ത്രീയുടെ കൂടെ ഒരു റൂമിൽ ഖൽവത്ത്, മറ്റാരുമില്ലാതെ തനിച്ച് ആവുക. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായി വിരോധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഖൽവത്ത് ഉണ്ടാകാൻ പാടില്ല, ശരീഅത്ത് വിരോധിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നിരീക്ഷിക്കുന്നവനായി, വീക്ഷിക്കുന്നവനായി, ഖാദിറായി, ആലിമായി, നാദിറായി ഉണ്ടല്ലോ എന്ന ചിന്ത വന്നുകൂടെ. അങ്ങനെ ആർക്കെങ്കിലും വരാം, അത്യപൂർവ ആളുകൾക്ക് വരാം, അവിടെ യാതൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യാം. പക്ഷേ നിയമം പറയുമ്പോൾ അത് നോക്കുകയില്ല. 95% അല്ലെങ്കിൽ 99% അങ്ങനെ ഒരു സാഹചര്യവും ഒരു ചാൻസും ഉണ്ടായാൽ അവിടെ ശറഅ് വിരോധിച്ച കാര്യം നടക്കും. അല്ലാഹുവും റസൂലും പൊരുത്തപ്പെടാത്ത കാര്യം നടക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരാണും പെണ്ണും, അന്യ ആണും അന്യ പെണ്ണും ഒരു തരത്തിലൊരു മുറിയിൽ ഖൽവത്തായി തനിച്ച് മറ്റൊരാളില്ലാതെ ഉണ്ടാകാൻ പാടില്ല. അവിടെ എന്ത് വേണം? ഒരു മഹറം ഉണ്ടാകണം, അല്ലെങ്കിൽ 2 സ്ത്രീ ഉണ്ടാകണം. ഒരു ആണും ഒരു പെണ്ണും, അജ്നബിയായ ആണും പെണ്ണും ഒരിക്കലും തന്നെ തനിക്കാൻ പാടില്ല. അങ്ങനെ തനിക്കൽ ഉണ്ടായിത്തീരുന്ന വിധത്തിൽ ക്ഷണിക്കാനോ വിളിക്കാനോ അതിന് ഉത്തരം ചെയ്യാനോ പോകാനോ പാടില്ല. മൻ അറാദ വൽയദ്ഖുൽ, ഏവർക്കും സ്വാഗതം. പിന്നെ ആരെല്ലാം വരുന്നത്? എല്ലാവരും വന്നോടി. അങ്ങനെ പറഞ്ഞൊന്നും പോകരുത്. പോകല് വുജൂബില്ല, അത് ഉറപ്പന്നെ, ആരും സംശയമില്ല. ഒരു വുജൂബില്ല. വുജൂബുണ്ടാണ് കുറെ നിബന്ധനകൾ. പോകരുത്. നമ്മളെ സംതൃപ്തമായി തൃപ്തിയോടെ ക്ഷണിച്ചതാണ് എന്ന് ബോധ്യപ്പെട്ടാലേ നമ്മൾ പോകാൻ പാടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില ആളുകൾക്ക് പ്രമാണിമാരും പ്രധാനികളും ക്ഷണിക്കുമ്പോൾ ഒന്ന് കല്യാണം അടുത്ത സമയത്ത് അളന്നാൻ നോക്കി ചിരിച്ചാൽ മതി, പ്രശ്നം ഉണ്ടാവില്ല. അതേ സമയത്ത് ഒരു പാവപ്പെട്ടവനാണെങ്കിലോ, ഓന്റെ കല്യാണത്തിന് എന്തെങ്കിലും നിബന്ധനകളാ, ഞാൻ ഏതോ ഒരു തിരക്കിന് എടിയോ പോകുന്ന ബന്ധപ്പാടിലാവും എന്ന് പറഞ്ഞ് അതാ ഓന്റെ തകരാറ്. ഓൻ കൊണ്ട ഒരു ഫാൾട്ട് എന്താണ്? ആ പാവപ്പെട്ടവന്റെ കല്യാണത്തിന് പോവാണ്ടിരിക്കാൻ വേണ്ട ഓങ്കണ്ട ഉതിര് ഓനിക്കത് ഏതോ സന്ദർഭത്തിലുള്ളവരും വന്നാ പോലെ, ഞാൻ എവിടെയോ പോവാൻ ഇറങ്ങിയിട്ട് തിരക്കും ബന്ധപ്പാടുണ്ടെന്തോ വന്ന് പറഞ്ഞു പോയി. ഇങ്ങനെ മാനസികാവസ്ഥ ആകാൻ പാടില്ല. നമുക്ക് സമയവും നേരമുള്ള അങ്ങനെ അപ്പോയിന്റ്മെന്റ് വാങ്ങിട്ടൊക്കെ വരാനൊക്കെ ഒരു കല്യാണത്തിന് ക്ഷണിക്കുമ്പോൾ സാധിക്കുമോ? ഇപ്പോഴത്തെ കാലത്ത് കഴിയുമോ? അങ്ങനെ വളരെ പ്രയാസമാണ്. ഇപ്പോ ഏകദേശം എന്താണ്, ഫോൺ ചെയ്ത് പറയാണ്. ഫോൺ ചെയ്ത് പറയുക എന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഉറപ്പായി മാറിയാൽ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എന്ന് മാത്രമല്ല, എനിക്ക് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന്, എന്റെ ഒരു ചിന്തയാണ്, വീട്ടിൽ വന്നിട്ട് കത്ത് തന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് മനസ്സംതൃപ്തി നേരിട്ട് ഫോണിൽ വിളിച്ചു പറയുന്നതാണ്. അതിനെന്താ കാരണം? ഫോണിൽ വിളിച്ചു പറയുന്നതിൽ അങ്ങനെ താനെ പാടങ്ങ് ഔടോ ശരിക്കടോ, ഞാൻ മുമ്പറൊന്ന് വിളിച്ചാണ്ട, മൂസനൊന്ന് വിളിച്ച് എന്റെ നേരെ സംസാരിക്കാം. അപ്പൊ വ്യക്തമായി ഈ ആതിഥേയൻ ആ വ്യക്തിയെ പർട്ടിക്കുലറായി നിർണയിച്ചുകൊണ്ട് ക്ഷണിച്ചു. അതേ സമയത്ത് ഒരേ കത്തുകൊണ്ട് വന്നിട്ടുണ്ട്, കത്തുകൊണ്ടാച്ചിട്ടുണ്ട്. അതിപ്പോ അപ്പുറം എല്ലാം പോലെ കുടുംബക്കാരാണ്, അടെല്ലാം പറയാം, അത് മാത്രം അട ഉച്ചക്കണ്ട, അടയും ഒരു കത്ത് കൊടുത്തേക്ക്, അങ്ങനെ പറയൂലേ. അങ്ങനെ പറയുന്ന പല സന്ദർഭങ്ങളുണ്ട്. അപ്പൊ വീട്ടിൽ ഇൻവിറ്റേഷൻ ലെറ്റർ എത്തിയതിനേക്കാൾ നമുക്ക് ആവശ്യത്തിന് ഈ കല്യാണത്തിന് പോകാൻ കൂടുതൽ മനസ്സംതൃപ്തി ഉള്ളത് വിളിച്ചു പറയുമ്പോഴാണ്. ഇന്നെന്തായിട്ടുണ്ട്? അങ്ങനെ ആയി മാറിയിട്ടുണ്ട്. ആവശ്യത്തിനെ നമ്മൾ സമയം ചെലവഴിക്കാൻ പാടുള്ളൂ. അതേ സമയത്ത് നമ്മുടെ കുടുംബങ്ങൾ ചർച്ചയെ ചേർക്കണം. അത് വെറും ഫോൺ കൊണ്ടായ പറ്റും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പോകേണ്ട സ്ഥലത്ത് പോകണം, അതിന് സമയം കണ്ടെത്തണം. അതിനാണ് എന്ത് പറയാ, ആണത്വം എന്ന് പറയാ. അതിനാണ് എന്ത് ശരിയായ അധ്വാനം എന്ന് പറയുന്നത്. ക്ഷമയും അധ്വാനവും ഉണ്ടാകുമ്പോൾ എല്ലാം സാധിക്കും, എത്തിപ്പെടേണ്ടതൊക്കെ എത്തിപ്പെടാൻ കഴിയും. അതിനാണ് എന്ത് നമ്മളെന്താ പഠിച്ചത്, ഇവിടെ കുറച്ച് അധ്വാനിച്ച് ജീവിക്കുക, പിന്നെ വിശ്രമം ഖബറിൽ പോയി വിശ്രമിക്കുക. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. ഖബറിൽ വിശ്രമിക്കണം. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് ക്ഷണം എന്ന് പറയുന്നത്, ആരെങ്കിലും പറഞ്ഞ ഇനി കണ്ടോലെല്ലാം വിളിച്ചോ, എനിക്കിഷ്ടമുള്ളവരെല്ലാം വിളിച്ചോ എന്ന് പറഞ്ഞാലൊന്നും ആ ക്ഷണം സ്വീകരിച്ച് പോകേണ്ട യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. പോകല് സുന്നത്തില്ല, എന്തായിരുന്നാലും ഇല്ല. ഇനി പറയാം,
അങ്ങനെ ക്ഷണിച്ചാൽ പോകൽ ശക്തിയായ സുന്നത്താണ്. ചില സന്ദർഭങ്ങളിൽ ഇജാബത്ത് ചെയ്യൽ നിർബന്ധമാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. അഥവാ വലീമത്ത് നിക്കാഹ് കഴിഞ്ഞതിന്റെ ശേഷം സംഘടിപ്പിക്കപ്പെടുന്ന സദ്യ, ആ വലീമത്തിന് വ്യക്തമായി ഒരാൾ കൃത്യമായി എന്തായി നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് ക്ഷണിച്ചു. അങ്ങനെ ക്ഷണിച്ചാൽ ഉദറൊന്നുമില്ലെങ്കിൽ ജുമഅക്ക് പോകലിന് നമുക്ക് ഉദർ കിട്ടുന്ന ചില സംഗതികളുണ്ടല്ലോ, രോഗം, അതുപോലെയുള്ള ജുമഅക്ക് ഉദറാകുന്ന ഉദറുകളെ കൊണ്ട് ഉദറാക്കപ്പെട്ടവൻ അല്ലാത്ത ആളുകളൊക്കെ ഇജാബത്ത് ചെയ്ത് പോകണം, നിർബന്ധമാണ്. കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോകേണ്ടത് ഇജാബത്ത് വുജൂബാണ്. അല്ലാത്ത പല സദ്യകളുണ്ട്. സദ്യകൾ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മാത്രമല്ല, ഖിതാനുമായി ബന്ധപ്പെട്ട് എന്തുണ്ട്, മാർഗ കല്യാണം. പണ്ടൊക്കെ വലിയ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. ഇപ്പൊ പിന്നെ അത് അധികം ആളും അറിയില്ല. അപ്പൊ അത് ഒരു സദ്യക്ക് വകുപ്പുള്ള ഒരു പരിപാടി തന്നെയാണ് എന്ത്, ഈ കല്യാണം, സുന്നത്ത് കല്യാണം. സുന്നത്ത് വുജൂബാണ്, സുന്നത്ത് കല്യാണം, പേര് സുന്നത്ത് കല്യാണം. അതിന്റെ വകയില് കൊടുക്കുന്ന ഒരു ഭക്ഷണം, ആ ഭക്ഷണത്തിന് പോലെ സുന്നത്തുണ്ട്, അത് വലീമത്താണ്. അതുപോലെ പിന്നെ യാത്ര കഴിഞ്ഞ് വന്നവൻ നമ്മളെ സ്നേഹിതന്മാരെയൊക്കെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കൽ സുന്നത്തുണ്ട്. ഇന്ന് നേരെ തിരിച്ചാ, പോകുന്ന സമയത്ത് യാത്ര പോകുന്ന ആളെന്ത് ചെയ്യാ, സ്നേഹിതന്മാരെയും മറ്റേ ബന്ധപ്പെട്ട ആളുകളൊക്കെ വിളിക്കാണ്. അങ്ങനെ വിളിച്ചു കൊടുത്തോട്ടെ, പിന്നെ തെറ്റുണ്ടെന്ന് പറയുന്നില്ല, അങ്ങനെയല്ല. അതിന്റെ ശരിയായ മര്യാദ രീതി എന്താണെന്ന് വെച്ചാല് പോകുന്ന ആളെ എന്ത് ചെയ്യാ, മറ്റുള്ള ആളുകളൊക്കെ ഒന്ന് വിളിച്ചിട്ട് സൽക്കരിക്കുകയും ചെയ്ത് പിന്നെ ഒന്ന് തയ്യാറാക്കുകയും ചെയ്ത് ഒന്നൊന്ന് സന്തോഷിപ്പിക്കാം. ബേജാറുപ്പത്തെ പാടു ഇങ്ങനെ മനസ്സിൽ നിന്ന് ആൾക്കുകയും ചെയ്യുന്ന സമയത്ത് ആളുകളെ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കാൻ പറയുന്നത് പലപ്പോഴും പ്രയാസമായിരിക്കും. അങ്ങനെ കൊടുക്കൂട്ടാ തെറ്റുന്നുണ്ടെന്നല്ലേ, നടന്നു വരുന്ന പതിവ് അപ്പാട് നിർത്തണമെന്നും ഞാൻ പറഞ്ഞ നടത്തില്ല. യഥാർത്ഥ രീതി എന്താണെന്ന് വെച്ചാല് യാത്ര പോകുന്ന ആൾക്ക് മറ്റുള്ളവരെ അവനെ എന്ത് ചെയ്യാ, വിളിക്കാം. പോകുന്നല്ലോ, ഒരാഴ്ച കഴിഞ്ഞ് ഒന്ന് പോലെ വരണേ, ചെറിയ ഭക്ഷണം കഴിക്കാലോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോവാ, അവനെ സൽക്കരിക്കാം, അവർക്ക് സന്തോഷം പകരാ, എന്തായിരുന്നു കൊടുക്കാം. അങ്ങനെ തിരിച്ചു വന്നാലോ അൽഹംദുലില്ലാഹ്, യാത്ര കഴിഞ്ഞ് വന്ന് ഒരു നല്ല സന്തോഷമുള്ള സമയമാണല്ലോ, അന്നേരം എല്ലാരെയും വിളിക്കാം. നേരത്തെ അങ്ങോട്ട് വിളിച്ച ആളുകളെല്ലാം ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്ന് ഒരു ചെറിയ സദ്യ കൊടുത്താൽ അത് നല്ലതാണ്. അപ്പൊ യാത്ര കഴിഞ്ഞ് വന്നവൻ ഭക്ഷണം കൊടുക്കൽ അത് വലീമത്തിൽപ്പെട്ടതാണ്. അതായത് ശറഈൽ അംഗീകരിക്കപ്പെട്ട വലീമത്തിൽപ്പെട്ടതാണ്. അതുപോലെ വീട് കൂടലുമായി ബന്ധപ്പെട്ടത്, അതുപോലെ ഖത്മുൽ ഖുർആൻ, അത് പലരും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു സംഗതിയാണ്. ഒരാള് പരിശുദ്ധ ഖുർആൻ ഓതി തീർത്തു, ഖത്മ് തീർത്ത ദിവസം എന്ത് ചെയ്യാ, കുറച്ച് പരിചയക്കാരെയും കുടുംബക്കാരെയൊക്കെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുക. അത് തന്നെയാണ് ഇപ്പൊ 40 എന്നൊക്കെ നടക്കുന്നത്. കുറെ ഖത്മ് ഓതി. ഇപ്പൊ ചില കുടുംബങ്ങളൊക്കെ ധാരാളം ഖത്മ് ഓതുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല അത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. മരണപ്പെട്ടു പോയ ആളുകളെ നമ്മൾ ഓർക്കണം. അവര് വിയർപ്പ് ഒലിപ്പിച്ചുണ്ടാക്കിയ അധ്വാനിച്ച സമ്പത്തുകൾ ഉപയോഗപ്പെടുത്തുന്നവർ, അവര് വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു വെച്ച ഭൂമി ഉപയോഗപ്പെടുത്തുന്നവർ, അവര് നിർമ്മിച്ച വീട്ടിൽ താമസിക്കുന്നവർ, അവരുടെ പല ആനുകൂല്യങ്ങളും പറ്റിയവർ, അവർ ചെറുപ്പകാലത്ത് ആറ്റിപ്പോറ്റി വളർത്തിയ മാതാപിതാക്കളും അതുപോലെ ഉപ്പാപ്പമാരും അവരൊക്കെ മരിച്ചുപോയ പിന്നെ യാതൊരു ബന്ധമില്ലാതായി പോകരുത്. അവരെ ഓർത്തുകൊണ്ടേയിരിക്കണം. അവരുടെ പേരിൽ സ്വതക്ക ചെയ്യണം. ഇത് ഉപ്പാന്റെ പേരിലാണ്, ഉമ്മാന്റെ പേരിലാണ്, ഉപ്പാപ്പാന്റെ പേരിലാണ്. വേണ്ടി തയ്യാറക്കണം, ഉപ്പാന്റെ കബറിൽ സന്തോഷം കിട്ടാൻ വേണ്ടി തയ്യാറക്കണം, അല്ലെ? ആദാലി ഉമ്മി സഅദ്, ഇത് സഅദിന്റെ മാതാവിനാണ്. ആദിഹി ഉമ്മി സഅദ്, കിണർ കുഴിച്ചിട്ട് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഅദ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ നബിയെ, എന്റെ ഉമ്മ പെട്ടെന്ന് വഫാത്തായി, ഉമ്മാക്ക് ഇനി ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഉമ്മാക്ക് ഫലം ചെയ്യുമോ? അതേ, ഫലം ചെയ്യും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം അവിടുന്ന് ഒരു കിണർ ഒഴിച്ചു. ആ കിണറിലുള്ള വെള്ളം ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ ഇട്ടുകൊടുത്തു. എന്നിട്ട് ഇത് സഅദിന്റെ ഉമ്മാക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കിണർ കുഴിപ്പിച്ചു കൊടുത്തു. അത് വലിയ ഒരു സൽക്കർമ്മമാണ്. ആ മരണപ്പെട്ടു പോയ ഉപ്പാന്റെ ഉമ്മാന്റെ ഉപ്പാപ്പാന്റെ ഉമ്മാമാന്റെ ഖബറിലേക്ക് ഇങ്ങനെ പ്രതിഫലം ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്, ചാലിട്ടൊഴുകുകയാണ്.
ഈ വെള്ളം ഉപയോഗിക്കുന്ന കാലത്തോളം ജാരിയായ സദഖയാണ്. അപ്പോൾ എവിടെയെങ്കിലും കുറെ ആളുകൾ താമസിക്കുന്ന സ്ഥലം, വലിയൊരു കോളനി, അവിടെ വെള്ളത്തിന് സൗകര്യം കുറവാണ്. പല വീട്ടുകാരും ദൂരെ പോയിട്ടാണ് വെള്ളം കെട്ടിക്കൊണ്ടുവരുന്നത്, കുടിക്കാൻ ആവശ്യമായ വെള്ളം. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു നല്ല കിണർ, ഒരു 10-15 വീട്ടുകാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വലിയൊരു കിണർ കുഴിച്ചിട്ട് ഇത് ഉപ്പാന്റെ പേരിലാണ് അല്ലെങ്കിൽ ഉമ്മാന്റെ പേരിലാണ് എന്ന് പറഞ്ഞ് സ്വതക്ക ചെയ്താൽ അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അപ്പൊ മരിച്ചുപോയ ഉമ്മാനെ ഉപ്പാനെ അതുപോലെ നമ്മളെ കുടുംബത്തിലുള്ള ആളുകളെ ഓർക്കണം. അവർ മരിച്ച ദിവസം വരുമ്പോ ഒരു അനുസ്മരണം, ഒരു ഓർമ്മ നമുക്ക് വേണം. അല്ലെ മരിച്ചവരെ ഓർമ്മിച്ചൂടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിനെ ഓർമ്മിച്ചില്ലേ? എത്രയോ പറഞ്ഞില്ലേ, നിങ്ങൾ മദ് ചെയ്തില്ലേ? ഓർമ്മിച്ച മാത്ര ഭക്ഷണം കൊടുത്തില്ലേ? ആട്ടിനെ അറുത്തില്ലേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരിയിലല്ലേ മരിച്ചവരെ ഓർമ്മിക്കണ്ടെന്നാ അല്ലേ? വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. മുൻഗാമികളെ മരിച്ചുപോയ ആളുകളെ ഓർമ്മിക്കാത്ത പരിപാടി ഉണ്ടോ മുഅ്മിനീങ്ങൾക്ക്? ഖുർആനല്ലേ പറഞ്ഞത്? വല്ലദീന ജാഊ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വന്ന ആളുകൾ, അതായത് പിൻഗാമികൾ, പിന്തറവക്കാർ, യഖൂലൂന, അവർ ദുആർക്കും റബ്ബനാ ഇഗ്ഫിർ ലനാ, ഞങ്ങളെ റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് ഞങ്ങൾക്ക് മുൻകടന്ന, നേരത്തെ മുഅ്മിനായി ജീവിച്ചു മുഅ്മിനായി മരിച്ചുപോയ ഞങ്ങളുടെ മുൻഗാമികൾ, അവർക്കും നീ പുറത്തു കൊടുക്കണമേ എന്ന് ദ്വാരക്കുന്നവരാണ് നല്ല പിൻഗാമികൾ എന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? സൂറത്തുൽ ഹശ്റിലാണ് ഖുർആനല്ലേ പറഞ്ഞത്? ഇപ്പൊ മരിച്ചവരെ ഓർമ്മിക്കണ്ടെന്നാണ്. അങ്ങനെ ഓർമ്മിക്കണം. അങ്ങനെ ഓർമ്മിച്ച് കുറെ ഖത്മക്ക് മതി. ആ ഖത്മ് തീർത്ത ദിവസം പ്രത്യേകിച്ച് 40 അന്ന് കുറെ ഖത്മൊക്കെ തീർത്തിട്ട് കുറച്ച് ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുക്കണം. അല്ലെ? മരിച്ച വീട്ടില് ദ്വാഅന്ന് ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ടോ? ഞാൻ പോകില്ല. എന്റെ കാര്യം പറയും, ആരാ ഭക്ഷണം കഴിക്കാൻ പോകും? ഭക്ഷണം ഇല്ലാത്തോണ്ടാ. പിന്നെ എന്തിനാ പോന്നെ? മരിച്ചവർക്ക് വേണ്ടി അവിടെ ഒരുമിച്ച് കൂടി ദിക്ർ ചൊല്ലുന്നു. അല്ലെ? 70,000 ദിക്ർ ചൊല്ലുന്നു. ഇബ്നു തൈമിയ അടക്കം അത് മയ്യിത്തിന് ഫലം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. അതിന്റെ നേരെ പ്രതിഫലം മയ്യിത്തിനെ എത്തിയാലും ശരി, എത്തിയില്ലെങ്കിലും ശരി, എന്തായിരുന്നാലും ഫലം ഉണ്ടാവും. പ്രതിഫലം, ഫലം എന്തായിരുന്നാലും ഉണ്ടാവും. ഖുർആൻ ഓതിയ ഉടനെ ചെയ്യുന്ന ദുആക്ക് ഇജാബത്ത് കിട്ടാൻ വളരെ കൂടുതൽ സാധ്യതയാണ്. ഇതൊക്കെ ആർക്കാ നിഷേധിക്കാൻ കഴിയാ? ഖുർആൻ ഓതിയ ഉടനെ നടത്തുന്ന ദുആ. അപ്പൊ ഖുർആൻ ഓതുന്നു, ഉടനെ ദുആ ചെയ്യുന്നു മയ്യിത്തിന് വേണ്ടി. മയ്യിത്തിന് വേണ്ടി ദുആ ഫലം ചെയ്യുമെന്ന് പറയാൻ ആരും കൊണ്ട് ലോകത്ത്. അപ്പൊ അങ്ങനെയെല്ലാമുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവനവന്റെ വീട്ടിലേക്ക് ക്ഷണിച്ച ഒരാൾ ഇതെല്ലാം ചെയ്തിട്ട് പോകുമ്പോ പോയിവിടെ ഒരു മാന്യതയാണ് ചെയ്യോ? അപ്പൊ എന്റെ പേര് കുടിക്കുന്നതുകൊണ്ട് ഒരു ഭക്ഷണം കൊടുക്കൂലോ? അതല്ല ഇത്താമെന്ന് പറഞ്ഞ ഇതിന്റെ പേരിൽ എന്തിനാണ് ഭിന്നിപ്പുണ്ടാക്കേണ്ട ആവശ്യം? അത് പണ്ട് പണ്ടേ നടന്നു വരുന്ന കാര്യമാണ്. ഞാൻ അതിലേക്ക് നീട്ടി സംസാരിക്കല്ല. അപ്പൊ അതാ ഖുർആൻ ഖത്മ ചെയ്യുന്ന സമയത്ത് ആളുകൾ ഒരുമിച്ച് കൂട്ടലും ഭക്ഷണം കൊടുക്കലൊക്കെ എന്തുണ്ട്? പ്രത്യേകം പറഞ്ഞു ഇമാം നവവി റളിയല്ലാഹു അൻഹു അങ്ങനെ അദ്കാറും മറ്റെല്ലാ കിതാബുകളിലും പറയുന്നുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അങ്ങനെ ക്ഷണിച്ചാൽ നിബന്ധനകൾക്ക് വിധേയമായി കൊണ്ട് പോകണം. മുഹൂർത്തത്തിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇടുന്നല്ലോ തിരക്കും ബന്ധപ്പെടെ വാങ്ങി വന്നിട്ട് ഒന്നാടെ പോയി ഒന്ന് സന്തോഷിപ്പിച്ച്, ഒന്നും വേണ്ടെങ്കിലും കുറച്ച് കട്ടൻ അല്ലെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോളി എന്ന് പറഞ്ഞത് കുടിച്ചിട്ട് ഒന്ന് സന്തോഷമെല്ലാം പറഞ്ഞിട്ട് പോരാ. എല്ലാവർക്കും എല്ലാ വിഷയത്തിലും മുഹൂർത്തത്തിൽ എത്താനൊന്നും കഴിഞ്ഞോളണമെന്നൊന്നുമില്ല. തെർത്തീബായിട്ട് കുറെ ആള് വിളിച്ചത്, 2 ആൾ ഒന്നിച്ച് വന്ന് വിളിച്ചാൽ എന്താ ചെയ്യേണ്ടത്? 10 മിനിറ്റ് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. 2 ആൾ വന്നിട്ട് വിളിച്ചു ഒരേ സമയത്ത്. തെർത്തീബായിട്ട് വിളിച്ചാലോ ഒരാൾ വന്ന് വിളിച്ചു പോയിട്ട് വേറെ ആളെന്ന് വിളിച്ചു. ആദ്യം വിളിച്ചാൽ ഉത്തരം ചെയ്യണം. 2 ഒരേ ടൈമാണെങ്കിൽ, അല്ലെങ്കിൽ 2 ടൈമാണ് 2 പോവാലോ. 2 ആൾ ഒന്നിച്ച് വന്ന് ക്ഷണിച്ചാൽ എന്താ ചെയ്യാ? അവിടെ പിന്നെ എന്ത് ചെയ്യണോ? ഒരു മാനദണ്ഡം നോക്കിയിട്ട് ഒന്നിനെ മുന്തിക്കണം. ഒരേ സ്പോട്ടിൽ ഒരേ സമയത്തുള്ള ആവശ്യത്തിന് 2 ആള് 1.5 പാടം ഒന്ന് ക്ഷണിച്ചാൽ എന്ത് ചെയ്യണം? അവിടെ 2ഉം തമ്മിൽ കുടുംബ ബന്ധം ഉള്ള ആളാരാണെന്ന് നോക്കാം, അതിനുത്തരം ചെയ്യണം. അല്ലെങ്കിൽ വീട് തന്റെ വീടുമായി നിയർ അടുത്ത് നിൽക്കുന്ന വീട് ആരുടേതാണെന്ന് നോക്കിയിട്ട് അതിന് പോവാ. ഇതൊക്കെ കിതാബുകളിൽ ഈ ഫത്ഹുൽ എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ വിചാരിച്ചത് ഒരു നിക്കാരോ നോവും മാത്രം പറഞ്ഞ സർവ വിഷയങ്ങളും
ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും സർവ്വിത കർമ്മണം നടത്തി അതിന്റെ നിയമങ്ങൾ എഴുതി വെച്ച ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. അതുപോലെ അതിനേക്കാളൊക്കെ വലിയ തുഹഫ, അതുപോലെ നിഹായ, അങ്ങനെ തുടങ്ങി നിരവധി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ സമാഹാരം. അതൊക്കെ മനുഷ്യ ജീവിതത്തിൽ അവൻ നേരിടുന്ന നീക്കില മേഖലകളിലുള്ള സർവ്വ പ്രശ്നങ്ങൾക്കും അതിന്റെ നിയമങ്ങളും പരിഹാരങ്ങളും പറയുന്ന ഗ്രന്ഥങ്ങളാണ് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ദുഈതു ഇലാ ഖുറാഇൻ ലഅജബ്തു വലൗ ഉഹദിയ ഇലയ്യ ദിറാഉൻ ലഖബിൽതു. ഖുറാഇ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, അത് കുറച്ച് ദൂരമുണ്ട് മദീനത്ത് നിന്ന്, അവിടത്തേക്ക് പോകാൻ എന്നെ ക്ഷണിക്കപ്പെട്ടാൽ ഞാൻ ആ ക്ഷണം സ്വീകരിച്ച് പോകുന്നതാണ്. അതുപോലെ വലൗ ഉഹദിയ ഇലയ്യ ദിറാഉൻ, ഒരു ആട്ടിന്റെയോ മറ്റോ കൈപ്പല അത് മാത്രമാണ് എനിക്ക് ഹദിയായി കൊടുത്തേക്കുന്നതെങ്കിൽ ഞാനത് സ്വീകരിക്കും. ലഖബിൽതു, അത് സ്വീകരിക്കും. നമ്മളെ പുരയിലേക്ക് ആവശ്യമുള്ള അത്ര തന്നെ ഒരാൾക്ക് കൊണ്ടെത്തിരുന്നീ പാവൂലോ അല്ലെ. എന്തെങ്കിലും ഒന്ന് തൊട്ടടുത്ത വീട്ടില് കിട്ടി, ഒരു പുതുമയുള്ള സാധനം കൂടിക്കോ, അപ്പൊ കുറച്ചെടുത്തിട്ട് എന്ത് ചെയ്ത് തൊട്ടടുത്ത വീട്ടിലേക്ക് കൊടുത്തു. ഇതൊന്നും നായി കൊണ്ടുവന്ന് കീഴിലുണ്ട്, ഇതെന്തിനായി കൊണ്ടുവന്ന് എന്ന് പറയാൻ പാടില്ല, അത് നിസ്സാരമാക്കാൻ പാടില്ല. അത് നല്ല സന്തോഷത്തോടെ വാങ്ങാം, എന്നിട്ട് നല്ല സാമർഥ്യത്തോടെ അത് ഓഹരി വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുക. അങ്ങനെയാണ് വേണ്ടത്. അതാണ് വിധങ്ങൾ. ഇനി പറയാണ്, വലിൽ ഇജാബത്തി ഖംസത്തു ആദാബിൻ, ക്ഷണിച്ച് ഉത്തരം ചെയ്യുന്നതിന് 5 മര്യാദകൾ ഉണ്ട്. അതിങ്ങനെ എണ്ണി പറയാണ്. അൽ അവ്വലു, ഒന്നാമത്തെ നേരത്തെ പറഞ്ഞ തന്നെയാണ് ഞാൻ ചുരുക്കി പറയാം. അല്ലാ യുമയ്യിദൽ വനിയ്യ ബിൽ ഇജാബത്തി, അതെ നേരത്തെ പറഞ്ഞല്ലോ. അതായത് വിളിച്ചാള് വനിയാണ്, ധനികനും പ്രമാണിയൊക്കെ ആണെങ്കിൽ അയാളെ മാത്രം ഉത്തരം ചെയ്യാ. ഫഖീർ, പാവപ്പെട്ടവൻ, സമുദായത്തില് നമ്മളെ കാഴ്ചയില് വലിയ പ്രൗഢിയും പത്രാസൊന്നും ഇല്ലാത്ത ആളാകുമ്പോ പോവാണ്ടിക്ക. അത് ഇനി ഓൻ തോന്നിയാല് ഇതങ്ങെടുത്തോളെ, എന്നിട്ട് ഒരു 250 രൂപ കവറിലിട്ട് ഇതങ്ങ് കൊടുത്തു വിടുക. എന്നെ മുമ്പെന്തായാലും വന്ന് ക്ഷണിച്ചിക്കല്ലോ വിചാരിച്ച്. അങ്ങനെയല്ല. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസിൽ ഔസാനി ഖലീലി, എന്റെ ഖലീലായ നബി തങ്ങൾ 7 കാര്യങ്ങൾ എന്നോട് കൽപ്പിച്ചു. അതിൽ ഒന്നാമത്തത് അമറനീ ബിഹുബ്ബിൽ മസാകീനി വദ്ദുനുബി മിൻഹും, മിസ്കീന്മാരെ, സാധുക്കളെ സ്നേഹിക്കണമെന്ന് നബി തങ്ങൾ എന്നോട് കൽപ്പിച്ചു. ആ സ്നേഹം എങ്ങനെയാ പ്രകടമാവുക? ഇത് സ്നേഹമല്ല. ഏത് ഇത്? പിന്നെ ഓനൊന്നും തന്നില്ലടോ, ഓനെ അത് കണക്കിലെടുത്തില്ലേ എന്ന് ചോദിക്കുന്നതിന് ഒരു മറുപടിക്ക് വേണ്ടിട്ട് ഞാൻ കൊടുത്തേക്കല്ലോ, അതല്ല. പിന്നെ അതാണ് ഹുബ്ബിന്റെ അടയാളം. നോക്ക, ഒരു നല്ല കാര്യമായ പ്രമാണി, അയാൾക്ക് ഇരിക്കേണ്ട സ്ഥലമൊക്കെ ഉണ്ടാവും, പക്ഷെ നല്ല നേരത്തെ ചെറുപ്പകാലം മുതലേ ഒന്നിച്ച് സ്കൂളിൽ പോയവർ, ഒന്നിച്ച് മദ്രസയിൽ പോയവർ, ഒന്നിച്ച് കച്ചവടം ചെയ്തവർ, ഒന്നിച്ച് ഇടപഴകിയവർ, ഒന്നിച്ച് പള്ളിയിലൊക്കെ പോയവർ. ഇപ്പൊ ഇയാള് വലിയ ആളായിട്ടുണ്ട്, ഒന്നുകിൽ ഭൗതിക നേതാവായിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ സമ്പത്ത് ഉണ്ടായിട്ടുണ്ട്. മറ്റേ ആള് പണ്ടത്തെ ന്യൂട്രലായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ ഇയാളിങ്ങനെ കല്യാണം കയറി വരുന്നുണ്ട്, ഇയാളെ കാണുന്നുണ്ട്, മൈൻഡാക്കില്ല. മൂപ്പറ ചേമ്പറിൽ പോയിരിക്കാൻ പാടില്ല. പിന്നെ അവിടെ വന്നിട്ട് അടുത്തിരിക്കുക. ഏത്? ഈ മനുഷ്യന്റെ അടുത്ത് പോക്കർക്കാന്നല്ല, നമ്മുടെ ഒരു കളിച്ചല്ലേ, ഒന്ന് പുറകളം തടയി. അതാണ് മാന്യത, അതാണ് എന്റെ അന്തസ് എന്ന് പറയുന്നത്, അതാണ് ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത്. അത് ചിലര് കാണിക്കൂല. പുറത്തൊക്കെ പൊന്തുമ്പോഴേക്ക്, എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോഴേക്ക് അപ്പാടങ്ങനെ മൈൻഡാക്കാതിരിക്കുക. ഇതാരിൽ നിന്നുണ്ടാകാൻ പാടില്ല, പണ്ഡിതനിൽ നിന്നുണ്ടാകാൻ പാടില്ല, പാമനിൽ നിന്നുണ്ടാകാൻ പാടില്ല, അതെ ധനികനിൽ നിന്നുണ്ടാകാൻ പാടില്ല, ഒരു നേതാവിൽ നിന്നുണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ ക്ലാസ്മേറ്റ് നമ്മളെ കാണാൻ വന്നു, അതൊരാഘോഷമായിരിക്കും. അങ്ങനത്തെ ആരെങ്കിലും വന്നാൽ എങ്ങനെയാ വേണ്ടത്? ഇത് അവരെ ഒന്ന് പ്രത്യേകം നമ്മൾ കണക്കിലെടുക്കണം. അവര് ആരാണ്? ഇപ്പൊ അള്ളാന്റെ ഒക്കെ വലിയവരെന്ന് എത്തി നോക്കണ്ടേ തിരിയണമെങ്കിൽ അവര് വിചാരിക്കാത്തത് അങ്ങത്തെയൊക്കെ പഠിച്ചോനെ എല്ലാം സീറോ ആണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ കോപ്പ് ഹോട്ടലോ ആയിരിക്കോ ചിലപ്പോ, അന്ന് നമുക്ക് വിചാരിച്ചൂടാ.
ഞമ്മക്കതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോ ഈ കൂട്ടത്തിലൊക്കെ നമ്മളെ കാഴ്ചയില് അവഗണിക്കാൻ തോന്നുന്ന പലരും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ മഹാന്മാരായിരിക്കും. അത് വലിയ മുത്തുള്ള ചിപ്പികളായിരിക്കും. ഏത് ചിപ്പിയിലാ മുത്ത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു മനുഷ്യനെയും അവഗണിച്ചു പോകരുത്. പ്രത്യേകിച്ച് നേരത്തെ ഒന്നിച്ച് പഠിച്ച ആളുകൾ, ഒരേ രംഗത്ത് പ്രവർത്തിച്ചവർ, എന്തെങ്കിലും ഒരു മെജോറിറ്റി ഒരാൾക്ക് ഉണ്ടാകുമ്പോഴേക്ക് നേരത്തെ പരിചയമുള്ള ഒന്നിച്ച് പഠിച്ച ഒന്നിച്ച് പ്രവർത്തിച്ച ആളുകളെ നെവർ മൈൻഡ് ആക്കുന്നത് മനുഷ്യത്വമല്ല. ഈമാൻ ഇസ്ലാം എന്നില്ല, മനുഷ്യത്വമല്ല. അത് മനുഷ്യത്വമല്ല, ഒരിക്കലും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് സാധുക്കളൊക്കെ അടുക്കണം. അപ്പൊ ആ കല്യാണം വരെ പോകണം, ഒത്താശ ചെയ്യണം, അവിടെ വേണ്ട കാര്യങ്ങൾ നോക്കണം, അയാൾ അടുത്ത് പോയി ഇരിക്കണം. തന്റെ ഖാദിമിന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്ന ആള്, അയാൾക്ക് കിബിറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ പരിചാരകനാണ്, അടിമയായിരിക്കാം, അല്ലെങ്കിൽ തന്റെ വേതനം പറ്റി തന്റെ ശമ്പളക്കാരനായിട്ട് കൂടെ നിൽക്കുന്ന ആളായിരിക്കാം. അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ കൂടെ ഇരിക്കുന്നതിൽ ഒരു വെറുപ്പ് നമുക്ക് തോന്നിയാൽ നമ്മൾ കിബറന്മാരാണ്. നബി തങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞു, ഖാദിമിന്റെ കൂടെ, ഖാദിമിനെ തന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുത്തുന്ന ആള് മുത്തക്കബ്ബിറല്ല, അയാൾക്ക് കിബിറില്ല. കിബിറിൽ നിന്ന് അയാൾ ബരീആണ്, മുക്തനാണ്. അതുകൊണ്ട് ഇത്തരം സ്വഭാവങ്ങൾ നമുക്കുണ്ടാകണം. സാധുക്കളുമായി അടുക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ അറിയാനും പഠിക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കാനും തൗഫീഖ് നൽകട്ടെ.